എല്ലാവർക്കും സക്സസ് പാത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിൻ്റെ അധ്യായം 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ഭാഗമാണ്. അപ്പോൾ എൻ്റെ ചാനൽ സക്സസ് പാത്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 10th ലെവൽ പ്രിലിമിനറി സിലബസിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് PSC ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അധ്യായം 7 10ാം ക്ലാസ്സുകാരുടെയാണ്. അപ്പോൾ ഇതിലാദ്യം തുടങ്ങുന്നത് തന്നെ രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം 1941 അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. അപ്പോൾ ഈ ഉദ്ധരണി ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഒരു നാൾ ഉപേക്ഷിക്കേണ്ടി വരും. അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും. അങ്ങനെ അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ആദ്യം അഭയാർത്ഥി പ്രവാഹമായിരുന്നു. അവർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹം. അപ്പോൾ അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളിയായിരുന്നു അഭയാർത്ഥി പ്രവാഹം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹമുണ്ടായി. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു വർഗീയ ലഹളകൾ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹം, രണ്ടാമത്തത് വർഗീയ ലഹള. അപ്പോൾ പ്രധാനമായും കലാപങ്ങൾ, വർഗീയ ലഹളകൾ നടന്ന കുറച്ച് സ്ഥലങ്ങൾ പഠിക്കാനുണ്ട്. കൽക്കട്ട, ബീഹാർ, നവക്കാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലായിരുന്നു കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നത്. അപ്പോൾ രക്തരൂക്ഷിതമായിരുന്ന കലാപങ്ങളുടെ ആ ഒരു സ്ഥലങ്ങൾ പേരുകളൊന്ന് ഓർത്തു വെക്കുക. കൽക്കട്ട, ബീഹാർ, നവക്കാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. കൽക്കട്ട, അതുപോലെ തന്നെ ബീഹാർ, നവക്കാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഇപ്പോൾ 2 പോയിന്റായി. പ്രധാന വെല്ലുവിളി ആദ്യം പറഞ്ഞത് അഭയാർത്ഥി പ്രവാഹം, രണ്ടാമത്തത് വർഗീയ ലഹള. ഈ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകളെ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. ഇനി ഈ ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. അതായത് 1948 ജനുവരി 30. PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡേറ്റാണ്. 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചത്. അപ്പോൾ ആ പേര് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വെടിവെച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ. അപ്പോൾ ഇന്ത്യയുടെ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അല്ലെങ്കിൽ ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഉത്തരം നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഉദ്ധരണി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എഴുതി തന്നെ വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ നോക്കിയത്. PSC ചോദിക്കാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹം, രണ്ടാമത്തത് വർഗീയ ലഹള. മൂന്നാമത്തെ ചോദ്യമാണ് ഗാന്ധിജി മരിച്ച ഡേറ്റ്, കൊല്ലപ്പെട്ട ഡേറ്റ് 1948 ജനുവരി 30. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് നാഥുറാം വിനായക് ഗോഡ്സെ. പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉദ്ധരണിയാണ്.
അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനെ കുറിച്ച്. അപ്പോൾ PSC എപ്പോഴും ഇപ്പോൾ ഈ ഒരു 2019-20 വന്ന ചോദ്യങ്ങളിലെല്ലാം ഈ സംയോജനം റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നാണ് ആ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ആദ്യം അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, ഇത് നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ആ സമയത്തെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആരാണ്? ചോദ്യം, കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയായിരുന്നു VP മേനോൻ. VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോൻ. അദ്ദേഹം മലയാളിയായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി ചുമതലയേറ്റത് VP മേനോനാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് VP മേനോൻ. ഇനി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ഒരു ലയന കരാർ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ചോദ്യം വരുമ്പോൾ ലയന കരാർ എന്ന് തന്നെ അറിഞ്ഞിരുന്നാൽ മതി. ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? പട്ടേലും അതുപോലെ തന്നെ VP മേനോൻ. നാട്ടുരാജ്യങ്ങളിലെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി പട്ടേലും VP മേനോനും ചേർന്നാണ് ലയന കരാർ തയ്യാറാക്കിയത്. അപ്പോൾ ഈ ലയന കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം എന്ന് പറഞ്ഞത് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം. ശ്രദ്ധിക്കുക, പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പോഴാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഏതൊക്കെയായിരുന്നു ആ നാട്ടുരാജ്യങ്ങൾ? അപ്പോൾ ഈ ഒരു ജനകീയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനം മൂലം ഒരുവിധപ്പെട്ട നാട്ടുരാജ്യങ്ങളെല്ലാം ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ലയന കരാർ ഒപ്പുവെച്ച് ചേർന്നു. എന്നാൽ ഈ ലയന കരാറിൽ ഒപ്പുവെക്കാതെ മാറി നിന്ന ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. ചോദ്യം, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. PYQ ആണ്, പ്രീവിയസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാറി നിന്നത് ഏതൊക്കെ എന്നാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത്. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഒക്കെ രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീനത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മറ്റൊരു പ്രശ്നം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഈ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അങ്ങനെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി, ഫ്രാൻസ് തിരിച്ചു നൽകി. അപ്പോൾ വീണ്ടും ഇന്ത്യൻ യൂണിയനിൽ പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 4 സിനിമകൾ ഏതൊക്കെ സിനിമകളാണ്, അത് ആരൊക്കെയാണ് അതിൻ്റെ നിർമ്മാതാവ് ഒന്ന് എഴുതി വെച്ച് അതൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തത് ഹൃത്വിക് ഘട്ടക്കിൻ്റെ മേഹേ ധാക്കധാര. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ഹൃത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര. അതുപോലെ തന്നെ MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിലഹനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പോൾ ട്രെയിൻ ടു പാകിസ്ഥാൻ ആരാണ് നിർമ്മാതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമേല റൂക്സ് ആണ്. പമേല റൂക്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പമേല റൂക്സിൻ്റെതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സിൻ്റെതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ.
VP മേനോനെ കുറിച്ച് പറയുവാണെങ്കിൽ സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് VP മേനോൻ. അദ്ദേഹം മലയാളിയാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ച വ്യക്തിയാണ് VP മേനോൻ. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം 1952 ഒറീസയിലെ ഗവർണറായി ചുമതലയേറ്റു. അപ്പോൾ അതുകൂടി ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക. ഏത് സംസ്ഥാനത്തെ ഗവർണറായിട്ടാണ് VP മേനോൻ ചുമതലയേറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 ഒറീസയിലെ ഗവർണറായിട്ട് ചുമതലയേറ്റു. ഇനി ഇദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഒരെണ്ണം, അടുത്ത രണ്ടാമത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഈ 2 ഗ്രന്ഥങ്ങളുടെയും കർത്താവ് VP മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VP മേനോനാണ്. VP മേനോൻ. ഓക്കെ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ അധീന പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. 1954 ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു. ഫ്രാൻസിൻ്റെ അധീന പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് പ്രീവിയസ് ചോദ്യമുണ്ട്. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയവയാണ് ഫ്രാൻസിൻ്റെ അധീന പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1954. അടുത്തത് ഗോവ, ദാമൻ, ദിയു തുടങ്ങിയ പ്രദേശങ്ങൾ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ചോദ്യം, പോർച്ചുഗൽ അധിനിവേശ പ്രദേശങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ, ദാമൻ, ദിയു. ഗോവ, ദാമൻ, ദിയു ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. ഗോവ, ദാമൻ, ദിയു തുടങ്ങിയ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനാ രൂപീകരണത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിനുള്ള അടിത്തറ, ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിൽ രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമായത് 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാബിനറ്റ് മിഷന്റെ വർഷം 1946. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇനി ഈ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു തലവനുണ്ടായിരുന്നു. അതാണ് BR അംബേദ്കർ ചെയർമാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിനുവേണ്ടി നിയമിച്ചത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ PSC ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്, സ്ഥിരം ചോദ്യം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR അംബേദ്കർ ആണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് BR അംബേദ്കർ ചെയർമാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. അടുത്തത് 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ നിന്ന് സ്ഥിരം ചോദിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന തീയതി, നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക്കായ അതേ തീയതിയാണ് 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. അപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് അഭയാർത്ഥി പ്രവാഹമാണ്, പിന്നെ വർഗീയ ലഹള, അത് തുടങ്ങി നമ്മൾ നോക്കി വന്നിപ്പോൾ പറയുന്ന പോയിന്റാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. അപ്പോൾ ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. അപ്പോൾ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് കാലയളവിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1951-52 കാലയളവിലാണ് ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ
സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഈ ഒരു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായി നിരാഹാര സമരം തുടങ്ങിയ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. അപ്പം അദ്ദേഹം എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് മരണമടഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്. അപ്പോൾ അത് പ്രീവിയസ് ചോദ്യമാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം തുടങ്ങി മരണമടഞ്ഞ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 58 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം പോറ്റി ശ്രീരാമലു ആണ്. അങ്ങനെ 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന ചോദ്യം പ്രീവിയസ് ആണ്. ആന്ധ്ര സംസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം 1953 രൂപീകരിച്ചു. അപ്പോൾ ഇതിനെ തുടർന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷന്റെ പേരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അതും ഇപ്പോൾ 2019-20 നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിരുന്നു എച്ച്.എൻ. കുൻസ്രുവും മലയാളിയായിരുന്ന സർദാർ K.M. പണിക്കർ. അപ്പോൾ അവിടെയും വീണ്ടും ഒരു മലയാളിയായിരുന്ന സർദാർ K.M. പണിക്കർ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി, സർദാർ K.M. പണിക്കർ, എച്ച്.എൻ. കുൻസ്രു. ഫസൽ അലി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. മറ്റു രണ്ടംഗങ്ങളാണ് സർദാർ K.M. പണിക്കറും എച്ച്.എൻ. കുൻസ്രു. അങ്ങനെ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956 അപ്പോൾ ആ വർഷം പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1956. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കി 1956. തെറ്റിപ്പോവരുത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം. അപ്പോൾ കമ്മീഷൻ വേറെയാണ്, നിയമം വേറെയാണെന്നുള്ളത് മനസ്സിലാക്കുക. 1956 പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 56 പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അന്ന് നിലവിൽ വന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും, ഇത് പഴയ കണക്കാണ്, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. അടുത്തത് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതായത് ലോകത്ത് അന്ന് നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും മറ്റൊന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ലോകത്ത് നിലവിലുണ്ടായിരുന്ന 2 സമ്പദ് വ്യവസ്ഥ, ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും ഒന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും. ഇന്ത്യ സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സഡ് എക്കണോമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, അത് പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്.
ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. പ്രീവിയസ് ചോദ്യമാണ്. ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാനാണ് കൂടുതൽ ചോദിക്കുന്നത്, ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാൻ. ഇനി മറ്റു 2 അംഗങ്ങളെയും കൂടി പേരൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ടി കൃഷ്ണമാചാരിയും അതുപോലെ തന്നെ CD ദേശ്മുഖും ആസൂത്രണ കമ്മീഷന്റെ അംഗങ്ങളായിരുന്നു. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ആസൂത്രണ കമ്മീഷൻ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ 1950 തന്നെ നിലവിൽ വന്നത് മറ്റൊന്ന്, 1950 നിലവിൽ വന്നതാണ് സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. അപ്പോൾ 1950 പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15, സുപ്രീം കോടതി 1950 ജനുവരി 28, ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ വോട്ടേഴ്സ് ഡേ പറയുന്നത് ജനുവരി 25. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25. അപ്പോൾ ഈ ഒരു ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ, ചെയർമാൻ ജവഹർലാൽ നെഹ്റു, മറ്റംഗങ്ങൾ ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഓക്കെ, അടുത്തത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടെ ചോദ്യം വരുന്നത്, ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ചോദ്യം, ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ, റഷ്യ. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു ലക്ഷ്യം. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളെ പറയുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ. തുടക്കം കുറിച്ച വർഷം, പ്രീവിയസ് ചോദ്യം, 1951. 1951 പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇനി ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഈ സമയത്ത് ആരംഭിച്ചത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പോൾ പ്രീവിയസ് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രിലിമിനറി സിലബസിൽ ഇന്ത്യൻ വ്യവസായം എന്ന ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടിയത് ഒരു ടോപ്പിക്കാണ്. ബിലായി ആരുടെ സഹായത്തോടെ, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. അപ്പോൾ ബിലായി, ബൊക്കാറോ രണ്ടും ആരുടെ സഹായത്തോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ബിലായിയും ബൊക്കാറോ. ഇനി റൂർക്കല, ജർമ്മനി, ഒഡീഷയിലാണ് റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തോടെ. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പോൾ ഇത് 4 സംസ്ഥാനം ചോദിക്കാറുണ്ട്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്, റൂർക്കല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്, ബൊക്കാറോ ജാർഖണ്ഡിലാണ്, ബിലായി ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ബിലായി, ബൊക്കാറോ രണ്ടും റഷ്യയുടെ സഹായത്തോടെയാണ്. ഒന്നുകൂടി, ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, റൂർക്കല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ, ബിലായി ഛത്തീസ്ഗഡ്, ബൊക്കാറോ ജാർഖണ്ഡ്. ഇവിടെ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു നല്ലൊരു ചോദ്യമാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൊക്കാറോ ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് ബൊക്കാറോ ആണ്. ബൊക്കാറോ ജാർഖണ്ഡിൻ്റെ സഹായത്തോടെ ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിലായി ആണ്. ബിലായി ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോയും ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിലായി ആണ്. ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ബിലായി ആണ്. അടുത്തത്,
ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രാനങ്കൽ പദ്ധതിയാണ്. അപ്പോൾ അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒരു അഭിമാനം എന്ന് പറയാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രാനങ്കലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിലാണ് ഫക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഇന്ത്യയിൽ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? ഫക്രാനങ്കലാണ്. PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പ്രീവിയസ് ചോദ്യമാണ്. ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ലജ് നദിയിലാണ്. ഫക്രാനങ്കൽ അണക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഗോവിന്ദ് സാഗർ തടാകമാണ്. അപ്പോൾ നമ്മൾ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീജല പദ്ധതി അല്ലെങ്കിൽ നദീതട പദ്ധതി എന്ന് പറയുന്നത് ഫക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഫക്രാനങ്കലാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഏത് തന്നെയാണ്? ഫക്രാനങ്കലാണ്. ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയിലാണ്. ഫക്രാനങ്കൽ അണക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദ് സാഗർ തടാകമാണ്. അടുത്തത് കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 1952 ഒക്ടോബർ 2 അതായത് ഗാന്ധിജിയുടെ ജന്മദിനത്തിന് 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സോ ശ്രദ്ധിക്കേണ്ടുന്ന അടുത്ത ഒരു പോയിന്റ് ആണ് കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയവ ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ തുടക്കം കുറിച്ചത് 55 പദ്ധതികൾക്കാണ് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചത്. സോ അടുത്തത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. അപ്പോൾ അതിൽ നിലവിൽ വന്ന കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി. അടുത്തത് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അപ്പോൾ ഇത്രയും ഗവേഷണ സ്ഥാപനങ്ങൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചതിന് ഉദാഹരണമാണ് ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമി ജെ ഭാഭ, HJ ഭാഭയും അതുപോലെ തന്നെ SN ഭട്നഗർ. ഈ ഒരു പേര് കൂടി പഠിച്ചു വെക്കുക. ഹോമി ജെ ഭാഭയും അതുപോലെ തന്നെ SN ഭട്നഗറുമായിരുന്നു ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത്. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഹോമി ജെ ഭാഭയും അതുപോലെ തന്നെ SN ഭട്നഗറും. ഇനി ഹോമി ജെ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യൻ ആണവോർജ കമ്മീഷന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപം നൽകാൻ നേതൃത്വം നൽകിയ വ്യക്തി ഹോമി ജെ ഭാഭയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് രൂപം കൊടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമി ജെ ഭാഭയാണ്. എന്നാൽ ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ 2 വ്യക്തികളാണ് ഹോമി ജെ ഭാഭയും SN ഭട്നഗറും. അടുത്തത് ഈ ഒരു കാലയളവിൽ അതായത് 1954-നും 64-നും ഇടയ്ക്ക് 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിക്കുകയുണ്ടായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിച്ചത് 1954-നും 64-നും ഇടയ്ക്കാണ്. അടുത്തത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്ന ടോപ്പിക്കാണ്. 1962-ൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പോൾ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം 1962-ലാണ്. 1962 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്. ഇനി ISRO രൂപീകൃതമായത് പ്രീവിയസ് ചോദ്യം ഒരുപാട് ചോദിച്ച ചോദ്യമാണ്. 1969-ലാണ് ISRO രൂപീകൃതമായത്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്ത് അടുത്തുള്ള തുമ്പയിലാണ്. ആര്യഭട്ട എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത് 1975-ലാണ്. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975-ലാണ്.
ഇനി ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി. അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവയെല്ലാം ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ്. ഡോക്ടർ രാജാ രാമണ്ണ, അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ഈ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നി, അതുപോലെ തന്നെ പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു ഡോക്ടർ രാജാ രാമണ്ണ, അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം. വിക്രം സാരാഭായിയെ കുറിച്ച് പറയുവാണെങ്കിൽ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, ഇതിൻ്റെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം സാരാഭായി ആണ്. അതുപോലെ തന്നെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ VSC എന്ന് പേര് നൽകിയിരിക്കുന്നത്. ആരുടെ ഓർമ്മയ്ക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം സാരാഭായിയുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് VSC എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഈയിടെ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചുമതല വഹിച്ച ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SLV-3 PSLV രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ISROയുടെ ചുമതല വഹിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചത് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SLV-3 PSLV. അദ്ദേഹത്തെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 ഒക്ടോബറിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തതിനേക്കാളും ഇത്തവണ ചോദിക്കാൻ സാധ്യത കൂടുതൽ ചന്ദ്രയാൻ 2നെ കുറിച്ചാണ്. ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപിച്ച തീയതി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2019 ജൂലൈ 22. അതുപോലെ തന്നെ ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GSLV MK Mark 3 M1 എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം. വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1. അതുപോലെ തന്നെ വിക്ഷേപണ തീയതി 2019 ജൂലൈ 22. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 2. അടുത്തത്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി അതോടെ ഇന്ത്യ മാറുകയുണ്ടായി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാനാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ്, ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. അടുത്തത് മറ്റൊരു പ്രീവിയസ് ചോദ്യം, ഒരു ഉദ്ധരണിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരി. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യാനന്തര വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറച്ച് കമ്മീഷനുകളെ കുറിച്ചാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട 3 കമ്മീഷനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. അപ്പോൾ വർഷം സഹിതം ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അപ്പോൾ അദ്ദേഹം ശുപാർശ ചെയ്തത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. എപ്പോഴും PSC ചോദിക്കുന്ന ഇതാണ്. UGC രൂപീകരണവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് 1948. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് 1948. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. പിന്നെ 1952 മുതലിയാർ കമ്മീഷൻ.
ഇതിൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു നടത്തിയത്. അപ്പോൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ്. അടുത്തത് DS കോത്താരി കമ്മീഷൻ 1964. ഇപ്പോൾ ഇത് ചോദിക്കുന്ന ഈ ഒരു ചോദ്യമാണ്, 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1986 ആണ്. അപ്പോൾ ഈ 3 കമ്മീഷനും വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് 2020 വിദ്യാഭ്യാസ നയമാണ്. ഇപ്പോൾ 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്തൂരി രംഗൻ. കറണ്ട് അഫയർ ചോദ്യമാണ്. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗനാണ്. അപ്പോൾ ഇദ്ദേഹം ശുപാർശ ചെയ്ത പാഠ്യരീതി എന്ന് പറയുന്നത് 5+3+3+4 എന്നുള്ള ഒരു പാഠ്യരീതിയാണ് കസ്തൂരി രംഗൻ ശുപാർശ ചെയ്തത്. അപ്പോൾ 10+2 ഘടനയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ രീതിക്ക് പകരം കൊണ്ടുവരുന്ന പുതിയ രീതിയാണ് 5+3+3+4 എന്ന പുതിയ രീതി. അപ്പോൾ ഈ ഒരു രീതിയൊക്കെ 2020 വിദ്യാഭ്യാസ നയം വന്നതുകൊണ്ട് തന്നെ ഈ കമ്മീഷനുകളും കൂടി പഠിച്ചു വെക്കുക. DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസ ദേശീയ മാതൃകയെപ്പറ്റി, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ചത് DS കോത്താരിയാണ്. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തതും മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 പുതിയ വിദ്യാഭ്യാസ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ഓക്കെ. അടുത്തത് മൗലാന അബ്ദുൽ കലാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1986 ദേശീയ വിദ്യാഭ്യാസ നയം കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം, അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞതും ഏത് നയമാണ്? 1986 നയമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇതെല്ലാം 1986 നയപ്രകാരം, ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള പ്രധാന നിർദ്ദേശങ്ങളാണ്. ഓക്കെ. മൗലാന അബ്ദുൽ കലാം ആസാദ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 11. പ്രത്യേകത, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. പ്രീവിയസ് ചോദ്യമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ 11. ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. പ്രീവിയസ് ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇനി വിദ്യാഭ്യാസ നയം പാസ്സാക്കിയത്, ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത്. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയ വർഷം 2009. അടുത്തത്, കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ചുകൊണ്ട് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി നിലവിൽ വന്നത് 2018. വളരെ പ്രധാനപ്പെട്ടതാണ്. 2018 ആയതുകൊണ്ട് തന്നെ ചോദ്യം വരാം. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSAയും അതുപോലെ തന്നെ SSAയും RMSAയും ചേർന്ന് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി തുടക്കം കുറിച്ച വർഷം 2018. അടുത്ത നമുക്ക് കുറച്ചും കൂടിയുണ്ട്, സാംസ്കാരിക നേട്ടങ്ങളെക്കുറിച്ചും കൂടി പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 79 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ വർഷം പഠിച്ചു വെക്കുക. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സ്ഥാപിച്ച വർഷം 1979. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം.
ലക്ഷ്യം. അടുത്തത് കുറച്ച് സ്ഥാപനങ്ങളും അതിൻ്റെ എല്ലാം ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. അതായത് സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ആസ്ഥാനമെല്ലാം ഡൽഹി തന്നെയാണ്. അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം. അപ്പോൾ ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനം. പ്രീവിയസ് ചോദ്യമാണ്, തെറ്റിപ്പോവരുത്. ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനം ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് സാഹിത്യ അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമി കീഴിൽ സ്ഥാപിതമായതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇനി കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളാണ്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനം സംഗീത നാടക അക്കാദമി. പേരിൽ നിന്ന് തന്നെ എഴുതാം. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് സംഗീത നാടക അക്കാദമി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, കാരണം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് സാഹിത്യ അക്കാദമിയാണ്. ഇനി സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും വായന വളർത്താനും ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അടുത്തത് വിദേശ നയത്തിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് തുടങ്ങിയ ഒരു പ്രസംഗം. അപ്പോൾ വിദേശ നയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കുറച്ച് തത്വങ്ങളാണ്: സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, അതുപോലെ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ, ഇവയെല്ലാം വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ്. ഇനി ഈ ചാപ്റ്ററിൽ പഞ്ചശീല തത്വങ്ങളും കൂടി പഠിക്കാനുണ്ട്. പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചത് 1954 അപ്പോൾ ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോഴാണ് ഇന്ത്യയും ചൈനയും ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമാണ് ഈ ഒരു പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1954. ആരൊക്കെ ഒപ്പുവെച്ചെന്നുള്ളതും പ്രീവിയസ് ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിൽ ഒപ്പുവെച്ച പ്രസ്താവനയാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ ഈ തത്വങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്: രാജ്യത്തിൻ്റെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക തുടങ്ങിയവയായിരുന്നു ഈ കരാറിൽ പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ ഒക്കെ എന്നുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.